കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റേഷൻ കടയിൽ പോകുന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. പോയാലോ നമുക്ക് റേഷൻ കടയിലേക്ക് പോകാം അല്ലേ? അപ്പൊ റേഷൻ കടയിൽ ചുമ്മാ നമുക്ക് പോകാൻ പറ്റുമോ? മേടിക്കാൻ വേണ്ട ചാക്കും സാധനങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ BPL കാർഡാണ്, റോസ് കാർഡ്. അതേണ്ടേ റേഷൻ കടയിൽ പോകാനായിട്ട് ചുമ്മാ അങ്ങ് പോകാൻ പറ്റുമോ? വണ്ടി വേണ്ടേ? അങ്ങനെ എന്റെ അച്ചായി വന്നിട്ടുണ്ട്. അപ്പൊ അച്ചായി പെട്ടെന്നാണ് വന്ന കാര്യം. 12 മണിയാകുമ്പോ അണ്ണൻ റേഷൻ കട അടയ്ക്കും കേട്ടോ. അന്നേരം ഞാൻ അച്ചായി എടുത്ത് പറഞ്ഞ് കുറച്ച് ദൂരം വരെ ഞാൻ ഓട്ടിക്കാം, പിന്നെ ബാക്കിയുള്ളത് അച്ചായി ഓടിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ താണ്ടെ വണ്ടി ഓടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരം വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി അങ്ങോട്ട് റേഷൻ കട എടുത്തോട്ട് അച്ചായിയാണ് ഓടിച്ചത്. കാരണം ഈ സമയത്ത് ഭയങ്കര ബ്ലോക്കാണ്, റോഡിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അന്നേരം പിന്നെ അച്ചായി പറഞ്ഞു ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചായി ഓടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേണ്ട റേഷൻ കടയിലെത്തി. കാർഡൊക്കെ നമ്മള് കൈയൊക്കെ പതിപ്പിക്കണമല്ലോ ഇപ്പം. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് കാർഡിലുള്ളത്, അച്ചായി, അമ്മ, ഞാൻ. അങ്ങനെ ഓരോ മാസം ഓരോരുത്തരാണ് വന്ന് കൈ പതിപ്പിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ റേഷൻ കടയിൽ അണ്ണനാണിത് കേട്ടോ, അവിടുത്തെ ഓണറാണ്. അപ്പൊ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ ഞാൻ അണ്ണന്റെ ഒരു വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അണ്ണൻ നാണിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ. അങ്ങനെ റേഷൻ കടയിൽ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ തന്നെയാണ് വീണ്ടും പകുതി ഓടിക്കാൻ തുടങ്ങിയത്. കാര്യം തിരക്കില്ലല്ലോ. തിരക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഓടിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ? അങ്ങനെ വേണ്ട ഞാൻ ഓടിച്ചോണ്ട് കേട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് പിന്നെ നല്ല വെയിലും പിന്നെ പോന്ന വഴിക്കല്ല ഇപ്പം മുടിഞ്ഞ കാറ്റാണല്ലോ. വൃശ്ചികമാസത്തെ കണക്കൊരു കാറ്റാണ് ഈ കർക്കിടക മാസത്തിൽ. എന്ത് ചെയ്യാനാണ് അല്ലേ? അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കുവാണ് കേട്ടോ. നമുക്ക് റോസരി എന്ന് പറഞ്ഞാൽ തവിടരി, ചുമതരി എന്നൊക്കെ പറയാം. പിന്നെ പച്ചരി, ഇത് രണ്ടുമാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഗോതമ്പ് മാവ് മേടിക്കാറുണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പൊ ഈ പ്രാവശ്യം ഇല്ല, അടുത്ത ആഴ്ച ചെന്നാൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഈ ബക്കറ്റിനകത്താണ് റോസരി ഇട്ട് വെക്കുന്നത് കേട്ടോ. ഞാൻ കഴിവത് ഈ ചോറാണ് കഴിക്കാറ്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് വെള്ള ചോറ് പറ്റത്തതേ ഇല്ല. അപ്പൊ ഇത്രയുള്ളായിരുന്നു വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ കൂട്ടുകാരെ.